ഒറ്റത്തരമുള്ള തല്ലുമുണ്ടെന്ന്, തറ തല്ലുമുണ്ടെന്ന് പറയുമല്ലോ. തെറി പറയുന്നതിലും പറയുമല്ലോ, ഡീസൻറ്റ് തെറിയുണ്ട്, പുളിച്ച തെറിയുണ്ട്, തറ തെറിയുണ്ട്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രമുഖമായ 2 ചാനലുകൾ, ഒന്ന് 30-30 വാർഷികം ആഘോഷിക്കുന്ന നിരന്തരം നേരോടെ നിർഭയം കാര്യങ്ങൾ പറയുന്ന ഏഷ്യാനെറ്റും, അതിൻ്റെ മേധാവി അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡറായിട്ട് ഏറ്റവും കൂടുതലുള്ള രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് കൊണ്ടായിരിക്കും അതിനിത് ഈ വിവാദങ്ങളിലേക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത ഇടയായിട്ട് നമ്മുടെ നികേഷ് കുമാറിൽ നിന്ന് മേടിച്ച റിപ്പോർട്ടർ ചാനൽ മരമുറി സഹോദരന്മാരെന്ന് അപരനാമത്താൽ മറ്റുള്ളവർ കളിയാക്കുന്ന, നമുക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാരണം നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, മരമുറി സഹോദരന്മാരെന്നുള്ള മരമുറി വിവാദത്തിൽപ്പെട്ട അഗസ്റ്റൻ ബ്രദേഴ്സ് നടത്തുന്ന, അവർ കാശ് കൊടുത്ത് മേടിച്ച റിപ്പോർട്ടർ ചാനലിലേക്ക് മറ്റ് ചാനലുകളിൽ നിന്ന് ഒരുപാട് വലിയ വലിയ ആളുകൾ അവർ കൊണ്ടുപോയി. അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ദൂരദർശനിലൂടെയാണ് അരുൺകുമാർ കയറി വന്നത്. പിന്നെ പല ചാനൽ 24 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരുൺകുമാറിനെ കൊണ്ട് കൺസൾട്ടിങ് എഡിറ്ററായിട്ടും, പിന്നെ സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, പിന്നെ നേരത്തെ ഉണ്ണിമാലക്ഷൻ ഇപ്പോൾ അവിടെ നിന്ന് പോയി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ വേറെ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ, പിന്നെ പ്രസാദ്, TV പ്രസാദ്, വളരെ ശക്തമായിട്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന TV പ്രസാദ്, അതിൽ ജില്ലാ കോർഡിനേറ്ററൊക്കെ ആക്കി, ഇങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഹൈപ്പ് ഉണ്ടാക്കി ചില ഘട്ടങ്ങളിൽ ബാർ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെയും കവച്ചു. ചില ടെമ്പററി പീരീഡ് ആണെങ്കിലും 1ാം സ്ഥാനത്ത് പോയി. പിന്നെ ഇപ്പോഴും തുടർച്ചയായി ഏഷ്യാനെറ്റ് തന്നെയാണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. ഞാൻ അവരുടെ ബാർ റേറ്റിങ്ങിൻ്റെയോ തർക്ക വിഷയം പറയാനും പറയും. പക്ഷേ ചാനൽ സംസ്കാരം പോയി ഒരു അധമ സംസ്കാരത്തിലേക്ക് പോയി, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയി, കുടുംബപരമായ കാര്യങ്ങളിലേക്ക് പോയി, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് പോയി അവസാനം അത് കോടതിയിലെത്തി നിൽക്കുകയാണ്. 150 കോടി രൂപയ്ക്ക് പിന്നെ പരാതി ബാംഗ്ലൂരിൽ, കേരളത്തിൽ പരാതി കൊടുത്താൽ ചിലപ്പോൾ കേരളത്തിൽ ഈ ചാനൽ റിപ്പോർട്ടർ ചാനലാകുമ്പോൾ കേരളത്തിലെ കോടതികൾ എടുക്കില്ലേ എന്നൊരു സംശയമുണ്ട്. കാര്യം ഈ മരമുറി സഹോദരന്മാരെ കേസൊക്കെ കൂടെ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അവർ കേസ് കൊടുത്തു. ജയശങ്കറൊക്കെ പറയുന്ന പോലെ, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയും പോലെ, നമ്മൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തുകൊണ്ട് വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ആരും ചെയ്യരുതെന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങി.